വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടി 7:30-ക്ക് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:50 ആയപ്പോഴേക്കും ട്രെയിൻ വന്നു. ചെങ്ങന്നൂർ വരെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരായി കയറാൻ തുടങ്ങി. തൃശ്ശൂർ കഴിഞ്ഞതോടെ എല്ലാവരും എത്തിയിരുന്നു. പിന്നെ എല്ലാവരും വീട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വിശന്നപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മി തന്നുവിട്ട പൊതിച്ചോറ് കഴിച്ചു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. രാത്രി ആയപ്പോഴാണ് എണീറ്റപ്പോൾ കണ്ടത് മങ്കി ക്യാപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അമല ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നപ്പോഴേക്കും രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. പിന്നെ അത് കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചേച്ചിയെയും കൊച്ചിനെയും കണ്ടു. അവൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. കുറച്ച് നേരം അവനെ കളിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും അവന്മാർ ഫുഡ് കഴിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കഴിച്ചു. പിന്നെ ഒട്ടും താമസം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനെത്തി. അവിടെ നിന്ന് നേരെ സ്റ്റേഷൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള മലയാളി റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചത്തേക്കുള്ള ഫുഡ് പാഴ്സൽ വാങ്ങി വേഗം ബസ്സിൽ കയറി. പട്ടാഞ്ചേരി വരെയുള്ള ബസ്സാണ് കിട്ടിയത്. ലഗേജ് കൂടുതലായതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ ഹോസ്റ്റൽ വരെ ഓട്ടോയിലാണ് വന്നത്. ഹോസ്റ്റലിലെത്തിയപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാഴ്സൽ മേടിച്ച ഫുഡ് ഒന്നിച്ചിരുന്ന് കഴിച്ച് അപ്പോഴേക്കും വൈകിട്ട് 3:30 ആയിരുന്നു. പിന്നെ എല്ലാവരും ഫ്രഷ് ആവാൻ പോയി.